സപ്രസിങ് യുവർ ഫീലിങ്സ്. എന്താണ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് സപ്രസ് ചെയ്താൽ സംഭവിക്കുന്നത്? അപ്പം ഞാനത് സംസാരിക്കാൻ കാരണം ഞാനും ഇതുപോലത്തെ ഒരാളായിരുന്നു. ഇതിന്റെ സൈഡ് എഫക്ട് എന്താ എന്നറിയാതെ ഇമോഷൻസ് സപ്രസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മൾക്ക് ഒരു ഹേർട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അതിലിങ്ങനെ ചിന്തിച്ചിരുന്ന് അത് നമ്മളെ കില്ല് ചെയ്യുന്ന പോലെ ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ അത് അവിടെ ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ചിന്തനെ നമ്മൾ മാറ്റി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ വേറെ എന്തെങ്കിലും ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ചിന്ത അവിടെ മാറ്റാൻ വേണ്ടി ശ്രമിക്കും. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിനെ നിങ്ങൾ ഫീൽ ചെയ്യുക, അതിനെ നിങ്ങൾ ഫീൽ ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതല്ലാതെ നിങ്ങൾ അതിലവിടെ ഫോഴ്സ്ഫുള്ളി ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ചിന്ത വേറെ എന്തിലേക്കെങ്കിലും തിരിച്ചു വിടുമ്പോൾ സംഭവിക്കുന്നത് അത് ആക്ച്വലി നിങ്ങളുടെ ബോഡിയിൽ സ്റ്റോർ ആവുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അത് അവിടെ ഇട്ടിട്ട് നമ്മൾ ആരുടെയും കൂടെ പുറത്തു പോകും, ഓക്കെ, അല്ലെങ്കിൽ എന്താ നമ്മൾ ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ എന്തെങ്കിലും ഇപ്പോൾ അഡിക്ഷൻ, അതായത് ഇപ്പോൾ സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകും. ലൈക്ക് നമുക്കൊരു മുറിവ് പറ്റി, ആ മുറിയെ നമ്മൾ അവിടെ ഇട്ടിട്ട് നമ്മൾ അതിനെ ശരിക്കും ടേക്ക് കെയർ ചെയ്യാതെ വേറെ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇനി ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് ഫീൽ ചെയ്യണം. അത് ഫീൽ ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതിൽ തന്നെ ഇരുന്ന് അത് കാടുകയറി ചിന്തിച്ച് വഷളാക്കുക എന്നുള്ളതല്ല. കൈകാര്യം ചെയ്യേണ്ട പോലെ ചെയ്യണം. അപ്പം ഏതൊരു മുറിവായാലും അതിനെ കൈകാര്യം ചെയ്യേണ്ട ഒരു രീതി ഉണ്ടാവില്ല. അപ്പം അതുപോലെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ഒരു സെൽഫ് അവെയർനെസ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക.